ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 3 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത്, പേജ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ്, നൈൻ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, ടു ഓഫ് കപ്സ്, ജസ്റ്റിസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ 3 ഓഫ് സോർഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവാം, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം, ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം. അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് ഒക്കെയും ആരെങ്കിലും ഒക്കെ നിങ്ങളെ അനാവശ്യകരമായ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ടാവാം. ഇനി നിങ്ങൾ അറിഞ്ഞുകൊണ്ടായാലും മറ്റു ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാവാം. ഇനി അതുമല്ല, നിങ്ങൾക്കിടയിലേക്ക് മറ്റ് ചില വ്യക്തികൾ കടന്നു വന്നിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിലാവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലാവാം, ചില വ്യക്തികൾ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിൽ കുറേ വിഷമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അസുഖം ബാധിച്ചിരിക്കുന്ന ആൾക്കാരാവാം. ഏതെങ്കിലുമൊക്കെ അസുഖത്തിൽ ഇപ്പോഴും അത് ഭേദമാകില്ല എന്നൊക്കെ മനസ്സുകൊണ്ട് വളരെയധികം വിഷമിച്ച് ഇരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളിവിടെ വളരെ വലിയ വിഷമത്തിൽ കഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാറ്റം വരും. ഒരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഒരുപാട് ഭീരുവായി ഇവിടെ ഒട്ടും തന്നെ നിങ്ങൾക്കുള്ള ധൈര്യം ചോർന്നു പോകുന്ന എനർജിയാണത്. അവിടെ ജീവിതത്തിൽ പരാജയം വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. ഈ ഒരു ഏറ്റവും വലിയൊരു പരാജയത്തിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മാനസികമായി കരുത്തു നേടി മുന്നോട്ട് വരികയാണ്. സ്ട്രെങ്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ല? അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ മാനസികമായി കരുത്തു നേടി മുന്നോട്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം അവസരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അവിടെ നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തി കളയാൻ പാടില്ല. നിങ്ങളുടെ ധൈര്യം നിലനിർത്തുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. മനസ്സിലായി? എപ്പോഴും നിങ്ങൾ നല്ല കോൺഷ്യസ്നെസ്സിലാകണം, നല്ല ഒരു അവബോധത്തിലാവണം. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ധൈര്യം ഒരുപാട് ചോർന്നു പോകും. പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങൾ നല്ലൊരു അവബോധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നമ്മളിപ്പോൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടി വരും. അങ്ങനെയാണ് ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കണമെങ്കിൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? എല്ലാവരും പ്രഷ്യസ് ആണ്, എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ്, എല്ലാവരും നല്ല വാല്യുബിൾ ആണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വെറുതെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കാമെന്നുള്ളതല്ലാതെ
മറ്റ് പ്രയോജനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയും മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്, നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതും അങ്ങനെയാണ്. പക്ഷെ ഞാൻ വലിയ ആളെന്നും ഉള്ള ആ ഒരു ചിന്തയിലിരിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കണം, നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. നമ്മളുടെ ഹാപ്പിനെസ്, ഇന്നർ ഹാപ്പിനെസ് നമുക്ക് കിട്ടണം. എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് അതിനകത്ത് ഹാപ്പിനെസ് കിട്ടണം. അതിനായിട്ടാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. ഇവിടെ നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ നല്ല ഒരു സക്സസ് കൊണ്ടുവരാൻ സാധിക്കുന്ന കണ്ടില്ല, എല്ലാ കാര്യങ്ങളെയും ഓവർകം ചെയ്ത് കഴിയാൻ പറ്റും. ഇവിടെ ഈ ഒരു മൃഗത്തെ പലതും പറഞ്ഞിട്ടാണ് പാട്ടിലാക്കുന്നത്, പല പ്രയോഗങ്ങൾ ചെയ്തിട്ട്, പല കാര്യങ്ങൾ പറഞ്ഞിട്ട്, ശാന്തമായി സംസാരിച്ചിട്ട് ഒക്കെയാണ് ഇവിടെ കയ്യിലൊതുക്കുന്നത്. പാട്ടിലാക്കുന്ന അങ്ങനെയാണ്, മനസ്സിലായി. അപ്പൊ ഈ ഒരു ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ് ഇവിടെ നേടിയിരിക്കുന്നത്. അത് വലിയ വലിയ ചില കടമ്പകളെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിനെ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ സ്വയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പല വെല്ലുവിളികളെയും നിങ്ങളുടെ ജീവിതത്തിലെ ഓവർകം ചെയ്ത് നിങ്ങൾക്കൊരു സക്സസ് നേടിയെടുക്കാനും സാധിക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്ന് സ്ട്രെങ്ത് നേടി, ഇന്നർ സ്ട്രെങ്ത് കുറച്ചുകൂടി നേടി, നിങ്ങൾ നല്ല ഒരു കോൺഷ്യസ്നെസ്സിലായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ബോധം വരുന്നത്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എന്തോ പേജ് ഓഫ് പെന്റക്കിൾസ് അല്ലേ, എന്തോ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ പോകുന്ന എന്തോ ഒരു ജോലി ലഭിക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ജോലിക്ക് ഓഫർ വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതിനായിട്ട് നോക്കിയിരിക്കുന്നവർക്ക്, അതിനായിട്ട് പരിശ്രമിച്ചിട്ടുള്ളവർക്ക്, അല്ലാതെ എല്ലാവരുടെയും കാര്യമല്ല നമുക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇതിനായിട്ട് ഈ റീഡിങ്ങിൽ എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ അതിനായിട്ട് ഒരുങ്ങിയിരിക്കണം, നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ആയി വരുന്നത്. മനസ്സിലായി? വെറുതെ കാണുമ്പോൾ ഒന്നും നമുക്കത് സന്തോഷം വരുന്നു. പലരും പറയും സന്തോഷമാണ് ഇത് റീഡിങ് കേൾക്കുമ്പോൾ, പക്ഷെ ചിലതൊന്നും നടന്നു വരുന്നില്ല. എന്തുകൊണ്ടാണത്? അതിനുള്ള സമയമായിട്ടില്ല. നിങ്ങളുടെ കർമ്മ റിലീസാവാൻ സമയമായിട്ടില്ല. കുറച്ചെങ്കിലും കർമ്മ റിലീസാവുമ്പോൾ മാത്രമാണ് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. അതാണ് വേണ്ടത്. ഇന്നർ സ്ട്രെങ്ത് കൊണ്ടുവരിക. കണ്ടില്ലേ, ഇത് എത്രമാത്രം ക്ഷമയോടുകൂടി പരിശ്രമിച്ചിട്ടാണ് ഈ ഒരു മൃഗത്തെ കയ്യിലൊതുക്കാൻ പറ്റുന്നത്. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും, മനസ്സിലായി? അങ്ങനെ വരണം നിങ്ങൾ മുന്നോട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ വേണം മുന്നോട്ട് വരാൻ. പല കാര്യങ്ങളെയും നേടിയെടുക്കണമെങ്കിൽ പല തരത്തിലുള്ള പരിശ്രമങ്ങളും അത്യാവശ്യമാണ്. ഇവിടെ പുതിയ ജോലിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനായിട്ട് നോക്കിയിരിക്കുന്നുവെങ്കിൽ, ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ഇന്ന് ജോലിക്കുള്ള ഓഫർ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാം, ചിലപ്പോൾ ആദ്യത്തെ ശമ്പളം വാങ്ങിക്കാം. അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. വാൻസ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടാവാം. എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങാനാവാം. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ടാവണം, ഇന്നത്തെ ദിവസം നല്ലതാണ് എന്ന് കരുതിക്കൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങണം. എൻ്റെ ജീവിതത്തിൽ ഇത് ഞാൻ ഇന്ന് തുടങ്ങി വയ്ക്കും. എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാം. ഇനി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതാവാം. അതുമല്ല എങ്കിൽ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നതായാലും മതി. അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ തുടക്കം കുറിക്കുന്നു. ചിലപ്പോൾ ജോലിയിലേക്കുള്ള തുടക്കം കുറിക്കാമല്ലോ, അതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 9 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. 9 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് ദുഃഖങ്ങളിലാണ്. ഇനി എങ്ങനെ മുന്നോട്ട് വരുമെന്നുള്ള ചിന്തയാണ് ഇവിടെ കാണുന്നത്. എങ്ങനെ മുന്നോട്ട് വരും അതല്ല, മറ്റുള്ളവർ പറഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. ഇവിടെ ഇത് കർമ്മ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ ഒന്ന് റിലീസ് ആവണം. കുറച്ചെങ്കിലും മതിയാവും. അങ്ങനെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് റിലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത വിജയത്തിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കും. അങ്ങനെ ചെറിയ ചെറിയ രീതികളിലൂടെ നിങ്ങൾക്ക്, ചെറിയ ചെറിയ വിജയങ്ങളിലൂടെ നിങ്ങൾക്ക്, ചെറിയ ചെറിയ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കർമ്മ അനുഭവിക്കുകയാണ്. രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയാവുക, എഴുന്നേറ്റിരിക്കുകയാണ് ചെയ്യുന്നത്. എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക മുറിയിൽ.
അതൊരു വലിയ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. എത്രമാത്രം പ്രയാസമാണ് ആ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. നമ്മുടെ എനർജിയെ ഒത്തിരി ഡൗൺ ആക്കുന്ന ഒരു പരിപാടിയാണ്. അതൊരു പ്രോഗ്രാം തന്നെയാണ് അത് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ളവർ അറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ ഇതിൽ നിന്നും വ്യത്യാസം വരാൻ തുടങ്ങും. മനസ്സിലായോ? നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കും. അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ പല പരിപാടികൾ ആസൂത്രണം ചെയ്യും, പല സൊല്യൂഷൻസ് കണ്ടെത്തി മുന്നോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിജയം ലഭിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ കഴിയുന്നത്. പുതിയ ജോലിയിലേക്ക് പോകാൻ സാധിക്കും. അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്യും. പുതിയ ചില കാര്യങ്ങളിലേക്ക് പുറപ്പെടാൻ തുടങ്ങും. ഇവിടെ കിങ് ഓഫ് സോളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാൻ തുടങ്ങും. മനസ്സിലായി? ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാൻ തുടങ്ങി. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കാൻ തുടങ്ങും. അല്ലാതെ ഉള്ള കാലം മുഴുവനും നിങ്ങൾ ദുഃഖത്തിലാണ്ടിരിക്കില്ല. ഉള്ള കാലം മുഴുവനും ഉറക്കമില്ലായ്മ അനുഭവിക്കില്ല. പതുക്കെ പതുക്കെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അത് കിട്ടാത്തത്? അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങൾക്കുമുള്ള ക്ലാരിറ്റി ലഭിക്കും. അപ്പോഴാണ് മുന്നോട്ട് കുറച്ചുകൂടി മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നത്. പല കാര്യങ്ങളും പലരോടും പറയുന്നതൊക്കെ അത് സത്യമാകുന്നു. സത്യസന്ധമായിട്ട് അതിനെ ചില പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കുന്നു. ചില പ്രശ്നങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നു. സത്യസന്ധമായിട്ട് ചില പ്രവൃത്തികൾ ചെയ്യാനും ചില പാവങ്ങളെയൊക്കെ സഹായിക്കാനും ഒക്കെയുള്ള മനസ്ഥിതി വരുന്നത് ഈ ഒരു സമയത്താണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുവരെ അടിയിട്ട് കഴിയുന്ന ചില ആൾക്കാരായിരിക്കാം. ചില കാര്യങ്ങളുണ്ട് ക്ലാരിറ്റി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്രശ്നത്തെ ഒഴിവാക്കാൻ സാധിക്കും. മനസ്സിലായോ? നിങ്ങൾ പിണങ്ങിയിരുന്ന വ്യക്തികൾ എന്റെ കാര്യം കൊണ്ട് തന്നെയാണ്, ഞാനായിട്ടാണ് ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്, അല്ല എന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകൊണ്ടാണ് എന്റെ പാർട്ട്ണർ പിണങ്ങിപ്പോയത് എന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. അതിനുള്ള സമയമാകും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴാവാം പോയ വ്യക്തികൾ തിരികെ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊരു സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്, നിങ്ങളുടെ സോൾമേറ്റ് തന്നെ നിങ്ങളോടൊപ്പം വന്നു ചേരാനും പുതിയൊരു ലൈഫിലേക്ക് പോകാനും പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം ഹീല് ചെയ്ത് ഒക്കെയും റെസ്പെക്ട് ചെയ്ത് നല്ല ഒരു സ്നേഹബന്ധത്തിലേക്ക് പോകാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു. ഇനി അതല്ല, ഇവിടെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു, അതായത് ബിസിനസ് തുടങ്ങാൻ പോകുന്നു, ഈ വക കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു പാർട്ട്ണർ അത്യാവശ്യമാണെങ്കിൽ അതും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അടുത്തതായിട്ട് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. എന്ത് കാര്യത്തിനാണോ ഇപ്പൊ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നത്, പ്രയാസം അനുഭവിച്ചിരിക്കുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരാൻ പോകുന്നു. അതിനൊരു റിസൾട്ട് വരാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മളിവിടെ ഫസ്റ്റിലെ തന്നെ കണ്ട 3 ഓഫ് സോഡിന്റെ എനർജി ഉണ്ടല്ലോ, അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എനർജി ആയിരിക്കണം നിങ്ങൾക്ക്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരാൻ തുടങ്ങുന്നു. നിങ്ങളെ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ മനസ്സിനെ എത്രമാത്രം ഇവിടെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. ഇനി അതല്ല ഏത് കാര്യമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവികമായ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് സോഡിന്റെ എനർജിയാണ്. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോഴെന്താണ്, വളരെയധികം പോസിറ്റീവായ എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. വളരെയധികം കാമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, കാം ആൻഡ് ക്വൈറ്റായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. പഴയ വീടിനെ വിട്ടിട്ടായിരിക്കാം നിങ്ങൾക്ക് നല്ല ഒരു വീട്ടിലേക്ക് പോകാൻ സാധിക്കും. ഇനി അതുമല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ജോലി സ്ഥലത്താണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ, അവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമാധാനം കിട്ടാത്ത എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. അതിനെ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ നിങ്ങളെ തേടി വരും.
ജോലിക്കാണോ, അതുപോലെ വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടോ, ഇതിവിടെ അവസരങ്ങൾ വരും. എന്തുകൊണ്ടാണ് അവസരങ്ങൾ വരുന്നത്? അവസരങ്ങൾ വരുന്നത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് അത് വരുന്നത്? ദൈവാനുഗ്രഹം ഉള്ളപ്പോൾ മാത്രമാണ് അവസരങ്ങൾ വരുന്നത്. മനസ്സിലായോ? അല്ലാതെ വെറുതെ നമുക്കിങ്ങനെ അവസരങ്ങൾ വരില്ല. പലപ്പോഴും നല്ല സമയത്ത് അവസരങ്ങൾ വരും, അതിനെ നമ്മൾ വിനിയോഗിക്കുന്നില്ല. കുറെ കഴിയുമ്പോൾ അവസരങ്ങൾ ഒന്നുമില്ലാതെയാകും. അന്നേരമാണ് നമുക്ക് പണ്ട് വന്ന അവസരങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. അതുപോലെ എത്ര ചെറിയ ജോലിക്കൊരു അവസരം കിട്ടിയോ, എത്ര ചിലപ്പോൾ ചില ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വിവാഹ ബന്ധമായിരിക്കാം, അതിലൊക്കെ ഒരു സംതൃപ്തി കണ്ടെത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം നിങ്ങൾക്ക് സ്വയം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നമ്മളുടെ ഹാപ്പിനെസ് കൊണ്ടുവരേണ്ടത് നമ്മൾ തന്നെയാണ്. മനസ്സിലായി? മറ്റാരും നമുക്കത് തരത്തില്ല. അപ്പൊ തീരുമാനങ്ങൾ നമ്മളുടേതായിരിക്കണം. മറ്റൊരാൾ തീരുമാനിക്കുന്നതല്ല നമ്മളുടെ ലൈഫിൽ എടുക്കേണ്ടത്. മനസ്സിലായോ? മറ്റൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി അല്ല ജീവിക്കണം. പക്ഷെ ജീവിതത്തിൽ ചില വിജയങ്ങൾ നേടണമെങ്കിൽ ചില തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തേ മതിയാവൂ. അത് സന്തോഷത്തോടു കൂടി ചെയ്യുക. കാര്യം നമുക്ക് സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയല്ലേ അത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. മനസ്സിലായോ? നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ 1-2 ഒന്ന് എടുത്ത് നോക്കാവേ. എന്താണ് ഗൈഡൻസ് എന്ന് ഒന്നുകൂടെ നോക്കാവേ. ആദ്യം തന്നെ വന്നിരിക്കുന്നത് നമ്പർ 2, മൂവ്മെന്റ്സ്, ചോയ്സസ്, ഡിസിഷൻസ്, ഹർട്ട് ആൻഡ് ലോസ്, ഇൻഡ്യൂഷൻ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് യൂണിവേഴ്സ്. മനസ്സിൽ നമ്പർ 3 ആണ്. ഇവിടെ നമ്പർ 3 വന്നിരിക്കുന്നു. ഈ ഒരു ദുഃഖം, നിങ്ങളിവിടെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് 3 ഓഫ് സോഡിന്റെ എനർജി വന്നു. അത് തന്നെയാണ് ഈ ഹർട്ട് ആൻഡ് ലോസ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ധ്യാനം. ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എന്താണ് അനുഭവിക്കേണ്ടതെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിലും 1 തൊട്ട് 10 വയസ്സ് വരെ നിങ്ങൾ എന്താ അനുഭവിക്കണം, 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ നിങ്ങൾ എന്താ അനുഭവിക്കണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ അനുഭവിക്കണം, ഇതൊക്കെ നിങ്ങളുടെ കർമ്മയനുസരിച്ച് തീരുമാനിക്കുന്നത് യൂണിവേഴ്സാണ്. നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമ്മളോട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇങ്ങോട്ട് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഇൻഡ്യൂഷൻ വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ ഉണ്ടാവണം ഒരു വ്യക്തിക്ക്. അതിന് ഇൻഡ്യൂഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ധ്യാനം ചെയ്യണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ്, യൂണിവേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നു. അതിന് നമ്മുടെ ശ്വാസം ഒരു ടൂൾ ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ശ്വാസത്തിലൂടെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ ശ്വാസം ഒരു ടൂൾ ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ മാറ്റി ഒരു എനർജി കൊണ്ടുവരണമെങ്കിൽ, ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മറ്റൊരു എനർജിയെ കൊണ്ടുവരണമെങ്കിൽ, കുറച്ചുകൂടി സന്തോഷത്തെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് അത്യാവശ്യ കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിക്കും, നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവും. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോകാൻ സാധിക്കും. പിന്നീട് എന്താണ് വന്നിരിക്കുന്നത് ഇവിടെ? മൂവ്മെന്റ്, ചോയ്സസ്, ഡിസിഷൻസ്. നിങ്ങൾ ഏത് കാര്യത്തിന് ആഗ്രഹിച്ചോ, നിങ്ങൾ ഏത് വാതിലിൽ ചെന്ന് മുട്ടി നിങ്ങളുടെ പരാജയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷമത്തെ പറയുകയാണോ, സങ്കടത്തെ പറയുകയാണോ, നിങ്ങളുടെ പ്രശ്നങ്ങളെ പറയുകയാണോ, അവിടെ നിങ്ങൾക്ക് എന്താണ് അതിനുള്ള പ്രയോജനം ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്ന, അതിന് പോസിറ്റീവായൊരു റിപ്ലൈ നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടും. ഇങ്ങനെ ഈ ഒരു വിധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.